PYQ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് 2023 നടന്ന അറ്റൻഡഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പൂർണ്ണ സ്വരാജ് എന്നതായിരുന്നു സമ്മേളനത്തിന്റെ ലക്ഷ്യം. കറക്റ്റ് ആണ്. ഗാന്ധിജി ആയിരുന്നു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. തെറ്റാണ്. ആരായിരുന്നു? നെഹ്റു ആയിരുന്നു അല്ലേ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഗാന്ധിജി ആയിരുന്നു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഖേദ സമരം, മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരം. ഖേദ സമരവും ചമ്പാരൻ സമരവും, അതായത് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉം ആണ് ആൻസർ. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്? ഖേദ സമരം, ചമ്പാരൻ സമരം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തികൾ ആരൊക്കെയാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവും. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവാണ്. AV അലക്സാണ്ടറും സ്റ്റാഫോർഡ് ക്രിസ്പും എന്തായിരുന്നു? ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന 1798 നടപ്പിലാക്കിയത്. സൈനിക സഹായ വ്യവസ്ഥ എപ്പോഴാണ് നടപ്പിലാക്കിയത്? 1798 നടപ്പാക്കിയത്. അത് കറക്റ്റ് ആണ്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അതും ശരിയാണ്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. ഓപ്ഷൻ 2 അല്ലെങ്കിൽ പ്രസ്താവന 2 മാത്രം എന്താണ്? തെറ്റാണ്. ബി ആണ്. 2 മാത്രമാണ് എന്ത്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്നാണ് തെറ്റായത്. 1798 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം എന്ത് ചെയ്യണം? കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. താഴെ പറയുന്നവയിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് എന്ത്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? അയർലൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂരാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? മണിപ്പൂരാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടന നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2005 വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അത് ആദ്യമായി നടപ്പിലാക്കിയത് ആരായിരുന്നു? രാജസ്ഥാനാണ്. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. പാർലമെന്റിലെ ഇരു സഭകളിലും ചേർന്ന അവർക്കാണ് എന്ത് പറ്റുള്ളൂ? മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? വൈക്കം സത്യാഗ്രഹം ആരാണ്? ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹം ആരാണ്? ടി.കെ. മാധവൻ. പാലിയം സത്യാഗ്രഹം ആരാണ്? വക്കം അബ്ദുൽ ഖാദർ ആണോ? അല്ല. പാലിയം സത്യാഗ്രഹം സി കേശവൻ. ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ. അപ്പോ ആൻസർ ഏതാണ്? ബി ആണ്. ഓപ്ഷൻ 2 മാത്രം എന്താണ്? ശരിയല്ലാത്തതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണമാണ്. ഒന്ന് വേദാധികാര നിരൂപണമാണ്. പിന്നെന്താണ്? ആദിഭാഷ. അഭിനവ കേരളവും ആത്മോപദേശ ശതകവും ശ്രീനാരായണ ഗുരുവിന്റെ അല്ലേ? ആദിഭാഷയും വേദാധികാര നിരൂപണം. അപ്പോൾ 1ഉം 4ഉം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം വരുന്നത്. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ. ശക്തൻ തമ്പുരാന്റെ
ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ എന്താണ്? നമ്മൾ ഓപ്ഷൻസിലേക്ക് ആദ്യം നോക്കിയാൽ മതി. നമുക്ക് അറിയണ കാര്യം നോക്കൂ. തൃശ്ശൂർ പൂരം ആരംഭിച്ചു എന്ന് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്താണ്? തൃശ്ശൂർ പൂരം ആരംഭിച്ചു. അപ്പോൾ ഓപ്ഷൻ 2 നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. എന്നിട്ട് നോക്കുക, ഓപ്ഷൻ 2 ഏതിലൊക്കെയാ ഉള്ളത്? ആകെ ഡീല് മാത്രമേ എന്തുള്ളൂ? ഓപ്ഷൻ 2 ഉള്ളൂ. അപ്പൊ അത് മാത്രമല്ലേ കറക്റ്റ്? എന്തായാലും കുളച്ചൽ യുദ്ധം അല്ല. കുളച്ചൽ യുദ്ധം ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ് അല്ലെ? അപ്പൊ എന്തായാലും ഓപ്ഷൻ 3 ആൻസർ അല്ല എന്ന് മനസ്സിലായി. അപ്പൊ 3 ഇല്ലാത്തതും 2 ഉള്ളതുമായ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. കോവിലകത്തും വാതുക്കൽ, തൃശ്ശൂർ പൂരം ആരംഭിച്ചു, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ഇതെല്ലാം ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുളച്ചൽ യുദ്ധം ആരുമായി ബന്ധപ്പെട്ടതാണ്? മാർത്താണ്ഡവർമ്മയായിരുന്നു അല്ലെ? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജം, അതുമായി ബന്ധപ്പെട്ടത് ആരിന്റെയാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനകൾ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ്, അത് കറക്റ്റ് ആണ്. ആറ്റിങ്ങൽ കലാപം എന്താണ്? ആദ്യത്തെ സംഘടിത കലാപമാണ്. 1721 ഇത് നടന്നത്, അതും കറക്റ്റ് ആണ്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം നൽകിയത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഡി 4 മാത്രമാണ് എന്ത്? യോജിക്കാത്ത പ്രസ്താവന. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ജലസേചന പദ്ധതിയാണെങ്കിലോ അത് പാലക്കാടാണ്. ജലസേചന പദ്ധതിയാണെങ്കിൽ അത് പാലക്കാടും, ജലവൈദ്യുത പദ്ധതികളാണെങ്കിൽ എവിടെയാണ്? അത് ഇടുക്കിയിലുമാണ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാർലി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1998 മെയ് 17. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? പെരുങ്കുളം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 2021 കറണ്ട് അഫയർ ആണെങ്കിലും കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ്, അത് ചോദിക്കാൻ ഇനിയും ചാൻസ് ഉണ്ട്. പെരുങ്കുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച നിയമനിർമ്മാണത്തിൽ അധികാരം നൽകുന്നത്? 101 ഭേദഗതി. അപ്പൊ GST ബില്ല് ഏത് ഭേദഗതിയാണ്? 101 ബില്ലാണ് അല്ലെ? ഭേദഗതി അമെന്റ്മെന്റ് ആണ്. 101 അമെന്റ്മെന്റ് പ്രകാരമാണ് എന്ത്? GST. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 കറക്റ്റ് ആണ്. ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 അതും കറക്റ്റ് ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ശില്പി ആരാണ്? PC മെഹ്ലനോബിസ് ആണ്, അതും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 4 കറക്റ്റ് ഉള്ളത് ഏതിലാ? ഓപ്ഷൻ C ആണ്. 1, 2, 3, 4 കറക്റ്റ് ആണ്. അപ്പൊ താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് പറഞ്ഞാൽ എല്ലാം ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എപ്പോഴാണ്? 2015 ജനുവരി 1. നീതി ആയോഗ് എപ്പോഴാണ് വന്നത്? 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാണ്? PC മെഹ്ലനോബിസ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം ഏതാണ്? കണ്ടൽ വനങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങൾ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് എന്ത്? നർമ്മദ.
സുന്ദർബൻ ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. സുന്ദർബൻ ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിച്ചത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? ആസാം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഒത്തിരി തവണ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ, അപ്പൊ മിസ് ചെയ്യരുത്, മറന്നു പോകരുത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH-744. NH-744 ആണ് എന്ത്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിക്കുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാട്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? നൂറനാടാണ്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂര്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂര്. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയമാണ് വെള്ളായണിക്കായൽ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? വെള്ളായണിക്കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കുമളി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കുമളി. കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവ. കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടി. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അയണോസ്ഫിയർ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാ? 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1098. വിത്തും കൈക്കോട്ടും എന്നത് ആരുടെ കൃതിയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. രാജ്യത്തെ 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് രാജ്യത്ത് 5G സേവനങ്ങൾക്ക്. ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? പ്രചന്ദ് ആണ് ഏറ്റവും പുതിയതായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് നൂറുമേനി.
വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് എന്ത്? നൂറുമേനി. കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണൂത്തി. കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണൂത്തി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് എന്ത്? തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? വൃക്ക. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് സ്വാന്തി പേബോ എന്നാണ്. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ്. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് എന്ത്? താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം 206. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ജൂള്. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ജൂൾ. വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ്. കറക്റ്റാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന അസുഖം എന്താണ്? നിശാന്തത എന്ന രോഗമുണ്ടാകുന്നു. അതും കറക്റ്റാണ്. അപ്പോൾ 1ഉം 2ഉം കറക്റ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? സ്റ്റേപ്പീസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? സ്റ്റേപ്പീസ്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? പിണ്ഡം. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? പിണ്ഡം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പർ. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? സിന്നബാർ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? സിന്നബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏതു കാരണം കൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ്? ജഡത്വം. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ജഡത്വം. സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ആദിത്യ L1. സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ആദിത്യ L1. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം 8. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം 8.
പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണമാണ് തലയോട്ടിയിലെ സന്ധി. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? തലയോട്ടിയിലെ സന്ധി. ചലനസന്ധികൾ അപ്പൊ ഏതൊക്കെയാണ്? കാൽമുട്ടിലെ സന്ധി, കൈമുട്ടിലെ സന്ധി, ഇടുപ്പ് സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. വൃക്ക, ആമാശയം, ഹൃദയം, തലച്ചോറ്. വൃക്ക, ആമാശയം, ഹൃദയം, തലച്ചോറ്. ആൻസർ ഏതാണ്? വൃക്ക. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു വിസർജനാവയവം ഏതാണ്? വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? മനുഷ്യൻ. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? മനുഷ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബി. ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണമാണ് BP, ബ്ലഡ് പ്രഷർ. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണമാണ് ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വൈറസ്. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ബാക്ടീരിയ. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ബാക്ടീരിയ.